രോഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? മാനസികവും ശാരീരികവും വൈകാരികവുമായ അസുഖങ്ങൾ എങ്ങനെയാണ് ഇത് സൃഷ്ടിക്കപ്പെടുന്നത്? അടിച്ചമർത്തൽ, നിഷേധം. ഓരോ ജീവിതങ്ങൾക്ക് ശേഷവും വീണ്ടും വീണ്ടും ഒരേ പാറ്റേൺ, സമാനമായ സാഹചര്യങ്ങൾ, സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് പാറ്റേണുകൾ മനസ്സിലായില്ലെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ചിന്തകളുടെയും വാക്കുകളുടെയും ആവിഷ്കാരങ്ങളുടെയും കൂടെ വികാരം ചേരുമ്പോൾ അത് കർമ്മമായി മാറുന്നു. സ്വാസ്ഥ്യ മേഖലകൾ ഈ വികാരങ്ങളെ കൊടുക്കുന്നു. പാറ്റേണുകളാണ് സ്വാസ്ഥ്യ മേഖലകളെ സൂക്ഷിക്കുന്നത്. പാറ്റേണുകളെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി, പരിണാമത്തെ സുരക്ഷിതമാക്കുവാൻ വേണ്ടിയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലതിനെയും പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന് കരുതരുത്. മിക്കവയും അനുമാനങ്ങളാണ്. ലോകത്തിൽ നിന്ന് നാം കേൾക്കുന്നത് അഭിപ്രായങ്ങളാണ്. മറ്റാളുകളുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങളെടുത്താൽ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. ചിന്തകൾ, ആവിഷ്കാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയിൽ നിന്ന് വികാരങ്ങൾ ഒഴിവാക്കിയാൽ അവയ്ക്ക് സിസ്റ്റത്തോട് ചേരാൻ കഴിയുകയില്ല. നിങ്ങൾ വ്യക്തിപരമായ തിരിച്ചറിയലിൽ നിന്ന് അകന്നു നിൽക്കുന്തോറും നിങ്ങളുടെ ദുഃഖങ്ങളും മറ്റു കാര്യങ്ങളും പോവുകയും ചെയ്യും. നമുക്കെങ്ങനെ പാറ്റേണുകളിൽ നിന്നും ബ്ലോക്കുകളിൽ നിന്നും മോചിതരാകാം? നിങ്ങൾ എന്താണ് നിരന്തരമായി അടിച്ചമർത്തുന്നത്? ആശയങ്ങൾ. ഒരുപക്ഷെ ആവിഷ്കാരമായിരിക്കാം നിങ്ങൾ അടിച്ചമർത്തിയിരുന്നത്, അല്ലെങ്കിൽ ആഗ്രഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിരസിച്ച കാര്യങ്ങൾ. ഇതെല്ലാം ആയിരിക്കാം. നിഷേധം, അടിച്ചമർത്തൽ, അനീതി എന്ന തോന്നൽ, ഇങ്ങനെ നെഗറ്റീവ് സ്വഭാവമുള്ളതെല്ലാം സിസ്റ്റത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഓരോ ജീവിതത്തിന് ശേഷവും അടുത്ത ജീവിതത്തിലേക്ക് നമ്മൾ അതെല്ലാം കൊണ്ടുപോകുന്നു. സമാനമായ സാഹചര്യങ്ങൾ വീണ്ടും സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഇതൊരു പാറ്റേൺ ആണ്. ഓരോ ജീവിതത്തിലും ഇത് ഒരു പാറ്റേൺ ആണ്. സമാനമായ സാഹചര്യങ്ങൾ, സമാനമായ സംഭവങ്ങൾ സംഭവിക്കുന്നു. ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സമയം വ്യത്യസ്തമാണ്, ഇടം വ്യത്യസ്തമാണ്, ചുറ്റുമുള്ള ആളുകൾ വ്യത്യസ്തമാണ്, നിങ്ങളുടെ റോൾ വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ, അതല്ലാതെ എല്ലാം സമാനമാണ്. ഞങ്ങൾ ഇപ്പോൾ ഫ്യൂച്ചർ മാപ്പിംഗ് എന്നൊരു പ്രക്രിയയിൽ പ്രവർത്തിക്കുന്നു. മരണത്തിലൂടെ ആളുകളെ അടുത്ത ജീവിതത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണത്. ഇതൊരു പ്രോഗ്രഷൻ തെറാപ്പി അല്ല. യഥാർത്ഥത്തിൽ ഇത് പാറ്റേണിലൂടെ കടന്നു പോകുക എന്നതാണ്. അതുവഴി ഏതൊക്കെ പാറ്റേണുകളാണ് നിങ്ങളുടെ ജീവിതം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഞാനിത് നിർമ്മിച്ചത് ഈ ഒരു കാര്യം തെളിയിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ജീവിതങ്ങൾ അല്ലെങ്കിൽ കുറച്ചധികം ജീവിതങ്ങൾ സമാനമാണെങ്കിൽ ഈ ജീവിതവും അടുത്ത ജീവിതവും അതുപോലെ തന്നെ സമാനമായിരിക്കും. കാരണം നമ്മൾ പാറ്റേണുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ നിങ്ങളറിയണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ധാരാളം ചരടുകൾ നിങ്ങളുടെ പാറ്റേണുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു നേർരേഖ പോലെയല്ല. വളരെയധികം വ്യത്യസ്ത കാര്യങ്ങൾ ഒത്തുചേർന്ന് അതൊരു കയറായി മാറുന്നു. പാറ്റേൺ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് അത് തുടരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം അതിൽ നിന്ന് വേർപെടുവാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് പാറ്റേണുകൾ മനസ്സിലായില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ലക്ഷണം മാത്രമേ അറിയുകയുള്ളൂ, ഫലം. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ശാരീരികവും മാനസികവും വൈകാരികവുമായ ഈ രോഗങ്ങൾ, പീഡകൾ ഒക്കെ ഉണ്ടാക്കുന്നത്? എന്താണ് അവയൊക്കെ സൃഷ്ടിക്കുന്നത്? അടിച്ചമർത്തൽ ഒന്നാമത്തേത്, നിരസിക്കൽ രണ്ടാമത്തേത്, പൂർത്തിയാക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അവ നിങ്ങൾ നിറവേറ്റുവാൻ ഭയപ്പെട്ടു. അത് അടിച്ചമർത്തലായി മാറി. അങ്ങനെ ഓരോന്നും. നോക്കൂ, അവയെല്ലാം ഓരോ കാര്യങ്ങളും എവിടേക്കോ ബന്ധപ്പെട്ടിരിക്കുന്നു. അവ ഒരുതരം അടിച്ചമർത്തലിൻ്റെ ആകെത്തുകയാകുന്നു. അവ ശരീരത്തിൽ ഈ ഫലങ്ങൾ ഉണ്ടാക്കുന്നു. ആദ്യം മനസ്സിൻ്റെ തലത്തിൽ വരുന്നു, പിന്നെ ശാരീരികമായി അത് ഭൗതിക തലത്തിലേക്ക് മാറുന്നു. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്വയം സ്വതന്ത്രമാക്കുക എന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ക്ഷമിക്കുക, മറക്കുക, നിങ്ങളെ മാത്രം വിചാരിച്ച് സ്വീകരിക്കുക, പോട്ടെ എന്ന് വയ്ക്കുക. മോചനത്തിന് ഇതെല്ലാം പ്രധാനമാണ്. അല്ലാത്ത പക്ഷം ഒരേ പാറ്റേൺ നിങ്ങളെ ഒരുപാട് ജീവിതങ്ങളിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ചോദിച്ചേക്കാം, ഈ ഒരു ഗുരുവുമായും ദൈവവുമായും ഞാൻ ബന്ധപ്പെട്ടിട്ടും ആരും എന്നെ സഹായിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ എല്ലാത്തിനെയും വൈകാരികമായി നമ്മുടെ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ചിന്തകൾ, വാക്കുകൾ, ആവിഷ്കാരങ്ങൾ കൂടെ വികാരം ചേരുമ്പോൾ എല്ലാം കർമ്മമായി മാറുന്നു. ചിന്തകൾ, വാക്കുകൾ, ആവിഷ്കാരങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ. ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ കൂടെ വികാരം നമ്മുടെ സിസ്റ്റത്തിൽ ഉറയ്ക്കുന്നു. ചിന്തകൾ, ആവിഷ്കാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയിൽ നിന്ന് വികാരങ്ങൾ ഒഴിവാക്കിയാൽ അവയ്ക്ക് സിസ്റ്റത്തോട് ചേരാൻ കഴിയുകയില്ല. ഉടമസ്ഥാവകാശം സിസ്റ്റത്തിൽ ഉറയ്ക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പല ഗുരുക്കന്മാരെയും നോക്കുകയാണെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ അവർ അവരായി നിന്ന് സംസാരിക്കുന്നില്ല. ഈ വ്യക്തി അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും, അതായത് ഞാനെന്നല്ല. പകരം അവർ പറയും, ഈ വ്യക്തി സംസാരിക്കുകയാണ്, ഈ ശരീരം സംസാരിക്കുകയാണ്. അതിന് കാരണം നിങ്ങളുടെ വ്യക്തിപരമായ തിരിച്ചറിയലിൽ നിന്ന് നിങ്ങൾ കഴിയുന്നത്ര വേർപെട്ടിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ തിരിച്ചറിയലിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം വേർപെടുന്നുവോ അത്രത്തോളം എല്ലാ സങ്കടങ്ങളും മറ്റു കാര്യങ്ങളും അകന്നു പോകും.
ഉടമസ്ഥാവകാശം ദുഃഖങ്ങളെ നമ്മളോട് ബന്ധിപ്പിക്കുന്നു. അവ ജീവിതകാലങ്ങളിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. അവ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നു. എന്നാൽ വീണ്ടും നമ്മൾ അവയെ കൊണ്ടുവരുന്നു. നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നു, അല്ലേ? കാര്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി നിരവധി കാര്യങ്ങൾ. എന്നാൽ അവയെ ബന്ധിപ്പിക്കുന്ന ചിന്താപ്രക്രിയയെ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് പുറത്തു വരാൻ അപ്പോൾ കഴിയും. ഇവിടെ നല്ലതും ചീത്തയും എന്താണ്? ഏതു തരത്തിലുമുള്ള കീഴ്പ്പെടുത്തൽ, അടിച്ചമർത്തൽ, നിഷേധം, ഇതൊന്നും നല്ലതല്ല. നിഷ്ക്രിയത്വം എന്നാൽ എന്താണ്? നിസ്സംഗത, ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലായ്മ, അത് നല്ലതല്ല. കംഫർട്ട് സോണുകൾ, സ്വാസ്ഥ്യമേഖലകൾ ഈ വികാരങ്ങളെ കുടുക്കുന്നു. സ്വാസ്ഥ്യമേഖലയിലുള്ളവർ സമൂഹം എന്ത് ചെയ്യുമെന്നോർത്ത് നിരന്തരം ഭയപ്പെടുന്നു. നിങ്ങൾ ഗുരുക്കന്മാരോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ, അതായത് എൻ്റെ കൂടെ ജീവിക്കുന്നവർക്കറിയാം ഇത് വളരെ പൊള്ളിക്കുന്ന അനുഭവമാണ് എന്നുള്ളത്. നിങ്ങൾക്കറിയുമോ, അത് അത്ര എളുപ്പമല്ല. ഞാൻ നിരന്തരം കംഫർട്ട് സോണുകളെ നശിപ്പിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ മുന്നോട്ട് നീങ്ങുവാൻ തുടങ്ങുന്നു, പുരോഗമിക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ പുരോഗമിക്കുവാൻ തുടങ്ങുന്നു. കംഫർട്ട് സോണുകൾ സൃഷ്ടിക്കുവാനും പുരോഗതി നിർത്തുവാനും നമ്മൾ ഉത്സുകരാണ്. നമ്മളെല്ലാം ആ പുറന്തോടിനുള്ളിലാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദയവായി എന്നെ ഇതിൽ നിന്ന് പുറത്തിറക്കൂ. എന്നാൽ നിങ്ങൾ അനങ്ങാൻ പോലും തയ്യാറാകുന്നുണ്ടോ? ഇല്ല. ഉത്തരം കൂടുതലും ഇല്ല എന്നാണ്. അതിനാൽ ഇത് വളരെ പ്രധാനമാണ്. മരിച്ച ഒരാളെ പിന്തുടരുന്ന എളുപ്പമാണ്, കാരണം അവർ നിങ്ങളെ ചവിട്ടുകയില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്നവരോടൊപ്പമുള്ളത് അത്ര എളുപ്പമല്ല, കാരണം അവർ കാര്യങ്ങൾക്കപ്പുറവും നോക്കിക്കാണുന്നു. ഉന്നത ഗുരുക്കന്മാർ പ്രശ്നങ്ങൾക്കപ്പുറവും നോക്കിക്കാണുന്നു. അവർ കാര്യങ്ങൾ നോക്കിക്കണ്ട് അത് പറിച്ചെടുക്കുകയും നീക്കിക്കളയുകയും ചെയ്യുന്നു. അതിനാൽ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾ വിമോചനത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പാറ്റേണുകളിലേക്ക് മടങ്ങുന്നു. നോക്കൂ, പാറ്റേണുകൾ എളുപ്പമാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? അതുകൊണ്ട് നിങ്ങൾക്കത് മഹത്തായി തോന്നുന്നു. നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നിങ്ങൾക്കത് അതിശയകരമായി തോന്നും. എനിക്ക് ധ്യാനിക്കാൻ ആഗ്രഹമില്ല, എനിക്കത് ചെയ്യാൻ ആഗ്രഹമില്ല. എനിക്കിഷ്ടം എൻ്റെ കംഫർട്ട് സോണുകളാണ്. കംഫർട്ട് സോണുകൾ പാറ്റേണുകൾ സൃഷ്ടിക്കുന്നു. പാറ്റേണുകളെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി, പുരോഗതിയെ സുരക്ഷിതമാക്കുവാൻ വേണ്ടിയല്ല. അതിനാൽ നിങ്ങളത് തകർക്കുമ്പോൾ നിങ്ങൾ പുരോഗമിക്കുവാൻ ആരംഭിക്കുന്നു. അതിനാൽ കംഫർട്ട് സോണുകൾ എപ്പോഴും ഒരു കെണിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കംഫർട്ട് സോണുകളിൽ ഒന്നും ഒരു പുല്ല് പോലും മുളയ്ക്കുകയില്ല എന്ന്. അവിടെ നിശ്ചലമായ പഴകിയ വായുവാണ്. എന്നാൽ അതുമായി പഴകിയതുകൊണ്ട് നമ്മൾ സന്തുഷ്ടരാണ്. നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ, കെണികളായുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ല, ശരിയല്ലേ? പക്ഷേ ഒരു സാഹചര്യം സംഭവിക്കുന്നു, അതത്ര നല്ലതല്ല. പക്ഷേ നമ്മൾക്കറിയില്ല എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന്. അപ്പോൾ എന്തു ചെയ്യും? നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സാഹചര്യത്തെ ചെറുക്കുന്നു. ഇതിനർത്ഥം നിങ്ങൾ ആ സാഹചര്യത്തേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, നിങ്ങൾ മറ്റൊരു വ്യക്തിയെയോ മറ്റൊരാളെയോ ആ സാഹചര്യത്തിനായി കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? കാർമ്മികമായി ഒരു ശത്രുത രൂപം കൊള്ളുന്നു. നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനെങ്കിലും എതിരായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ രണ്ടുപേരും തിരികെ വരേണ്ടി വരും. ഈ കളി നാടകം നിറവേറ്റുന്നതിനും പൂർത്തിയാക്കുന്നതിനും നിങ്ങൾ മറ്റേ വ്യക്തിയെ കൂടി തിരികെ കൊണ്ടുവരുന്നു, ഈ നാടകം പൂർത്തിയാക്കുന്നതിനു വേണ്ടി. അതിനാൽ നമ്മൾ അംഗീകരിക്കുകയും വിട്ടുകളയുകയും വേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഓരോ സാഹചര്യവും, ശരി, ഇതിപ്പോൾ സംഭവിക്കുന്നു, നല്ലതാണ്, പോട്ടെ. മറ്റൊരു കാര്യം സംഭവിക്കുന്നു, കൊള്ളാം, പോട്ടെ. ചിലപ്പോൾ നല്ലത്, ചിലപ്പോൾ ചീത്ത. അതിനാൽ നമ്മളുടെ സ്ഥിരത, നമ്മുടെ പക്വത എന്നിവ ആത്മീയ യാത്രയിൽ വളരെ പ്രധാനമാണ്. നിങ്ങൾക്കറിയാമോ, എല്ലാം നല്ലതായിരിക്കണമെന്നില്ല. ജീവിതം സുഗമവും എളുപ്പവുമാകും എന്ന് കരുതി നമ്മൾ ഒരു ഗുരുവിലേക്കോ ദൈവത്തിലേക്കോ പോകുന്നു, ഹവായിലെ ഒരു കടൽ തീരത്തെ ഇരിക്കുന്നത് പോലെ എന്ന് കരുതി. പക്ഷെ അങ്ങനെയല്ല അത്. ജീവിതം ആ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ജീവിതത്തിൽ നിന്നും ഈ ജീവിതത്തിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നമ്മൾ നാളികേരത്തിൽ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ മറ്റു ജീവിതത്തിൽ നിന്ന് കൊണ്ടുവന്നുള്ള കാര്യങ്ങൾ, ഈ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ശേഖരിച്ച കാര്യങ്ങൾ, തലമുറകൾ നിങ്ങൾക്ക് സൗജന്യമായി നൽകിയ കാര്യങ്ങൾ, ഇതെല്ലാം നാം അഗ്നിയിലേക്ക് അർപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്, നമ്മെ തന്നെ ലഘൂകരിക്കാനായി. അതിനാൽ നിങ്ങൾ ഇത് യഥാർത്ഥത്തിൽ നാളികേരത്തിൽ സമർപ്പണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാരം കുറഞ്ഞ അനുഭവം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ അർത്ഥവത്തായി ശരിക്കും ഉദ്ദേശിച്ച് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആവാഹനം നടന്നിട്ടുണ്ടാകണം. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലതിനെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്ന് കരുതരുത്. കൂടുതലും അനുമാനങ്ങളാണ്. ലോകത്തിൽ നിന്ന് നാം കേൾക്കുന്നത് അഭിപ്രായങ്ങളാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സത്യം മറ്റൊന്നാകാം. അതിനാൽ നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകും. അഭിപ്രായം എന്നത് മറ്റേ വ്യക്തി എന്ത് ചിന്തിക്കുന്നു എന്നതിന് അനുസരിച്ചാണ്. സത്യം യാഥാർത്ഥ്യത്തിന് അനുസരിച്ചാണ്. അതിനാൽ മിക്കവാറും നാം കാണുന്നത് യാഥാർത്ഥ്യമല്ല. പക്ഷേ നമ്മൾക്ക് യാഥാർത്ഥ്യം അറിയുകയുമില്ല. നമ്മൾ എന്താണ് കാണുന്നത്?
നമ്മുടെ യാഥാർത്ഥ്യം, ആപേക്ഷിക യാഥാർത്ഥ്യം. ആപേക്ഷിക യാഥാർത്ഥ്യം എന്നാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ അനുഭവിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയത്. അത് യാഥാർത്ഥ്യമായിരിക്കുകയില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ പൂർണ്ണത എന്നുള്ളത് ഒരിക്കലും ഒരു അവസാനമല്ല, അതൊരു പ്രക്രിയയാണ്. ഇത് ഇപ്പോൾ പൂർണ്ണമാണ് എന്നൊന്നില്ല, എല്ലാം സമയബന്ധിതമാണ്. ഈ സമയം അനുസരിച്ച് ഇത് പൂർണ്ണമാണ്. അടുത്ത തവണ ഇത് വ്യത്യസ്തമാകാം. അങ്ങനെ കാര്യങ്ങൾ മാറുന്നു. നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയുടെ പരിമിതിയുണ്ട്. പരിമിതിയുടെ പ്രശ്നം, നമ്മൾക്ക് പലതും കാണാൻ കഴിയില്ല. നമ്മുടെ ചെവികൾക്ക് പലതും കേൾക്കാൻ കഴിയില്ല. നോക്കൂ, ഒരു നായ നമ്മളെക്കാൾ കൂടുതൽ കാണുന്നു. മൃഗങ്ങൾക്ക് ആ ഒരു കഴിവുണ്ട്. ഉയരെ ആകാശത്തുള്ള കഴുകന് താഴെയുള്ള ഇരയെ കാണാൻ കഴിയുന്നത് പോലെ നമുക്കെന്ത് കാണാനാകും? നമുക്ക് കണ്ണടയും മറ്റുമെല്ലാം ഉണ്ടെങ്കിൽ പോലും നന്നായി കാണാൻ കഴിയുന്നില്ല. അതിനാൽ എല്ലാവരും ഞാൻ അർത്ഥമാക്കുന്നത് പരിമിതികളും അതിരുകളുമുണ്ട്. അതിനാൽ യാഥാർത്ഥ്യമായി നിങ്ങൾ വിളിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ പരിമിതിയെയാണ്. യഥാർത്ഥമെന്ന് കരുതുന്നത് നിങ്ങളുടെ ലിമിറ്റേഷനെ തന്നെയാണ്. പിന്നീട് നമ്മൾ ബാഹ്യലോകത്തു നിന്ന് ആശയങ്ങൾ സ്വീകരിക്കുന്നു, ആന്തരിക ലോകത്തു നിന്നല്ല. പിന്നെ നമ്മൾ ബാഹ്യലോകത്തു നിന്ന് ആശയങ്ങൾ സ്വീകരിക്കുന്നു, ആന്തരിക ലോകത്തു നിന്നുമല്ല. നിങ്ങൾ ആന്തരിക ലോകത്തിൽ നിന്ന് ആശയം ശേഖരിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു തെളിവ് എന്തായിരിക്കും? മാനദണ്ഡം, അത് സ്വീകാര്യത. ആന്തരിക ലോകത്തു നിന്നും നിങ്ങൾ എന്തെങ്കിലും മാർഗനിർദ്ദേശം കൈക്കൊള്ളുകയാണെങ്കിൽ അത് സ്വീകാര്യതയായിരിക്കും. ബാഹ്യലോകത്തിൽ നിന്ന് വ്യത്യസ്തതകൾ. നിങ്ങൾക്കറിയാമോ, നമുക്ക് ധാരാളം വ്യത്യാസങ്ങളുണ്ടാകും. അതാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ആളുകൾ, വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത വികാരങ്ങൾ. നമ്മൾ വ്യത്യാസങ്ങൾ മാത്രമാണ് കാണുന്നത്. അല്ലാത്ത പക്ഷം ഐക്യം മാത്രമേ ഉള്ളൂ. നിങ്ങളും ഞാനും ഒന്നാണ്. അവിടെ ഒരു വിവേചനവും ഇല്ല. വ്യത്യസ്ത ശരീരങ്ങൾ, വ്യത്യസ്ത അനുഭവങ്ങൾ കൊണ്ടുള്ളത്. ലിംഗഭേദത്തിന് മൂല്യമില്ല, സമയത്തിന് മൂല്യമില്ല, രാജ്യം, സംസ്കാരം, ഭാഷ, മതം ഒന്നിനും മൂല്യമില്ല. എന്തിനാണ് മൂല്യമുള്ളത്? നിലനിൽപ്പിന്. നമ്മൾ നിലനിൽക്കുന്നു ഈ സമയത്ത്. നമ്മൾ നമ്മളുടെ അനുഭവങ്ങൾ പങ്കിടുന്നു. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായി അനുഭവപ്പെടാം. ഒന്നും ശരിയല്ല, ഒന്നും തെറ്റുമല്ല. എന്താണ് ശരി? നിങ്ങളെ വിശാലമാക്കുന്നത് എന്താണോ അതാണ് എല്ലായ്പ്പോഴും ശരി. എന്താണ് തെറ്റ്? എന്താണോ നിങ്ങളെ ചുരുക്കുന്നത് അല്ലെങ്കിൽ ഭീതിതമായി തോന്നിപ്പിക്കുന്നത്, അത് തെറ്റാണ്. നിങ്ങൾ ഈ ലളിതമായ ധാരണ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ ഉയർന്ന അവബോധത്തിലേക്ക് പരിണമിക്കാം. ഇത്രയും വിശദമായി ഞാൻ ഇത് പറയുന്നത് എന്തെന്നാൽ അത് അത്ര സങ്കീർണമല്ലാത്തതിനാലാണ്. ഈ കാര്യങ്ങളൊന്നും സങ്കീർണമല്ല. ഒരു കാരണവുമില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ മനസ്സിലാക്കൂ, നിങ്ങൾക്ക് ആ കഷ്ടപ്പാടുകളിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കും. എങ്ങനെ? നിരസിക്കൽ പാടില്ല, അടിച്ചമർത്തൽ പാടില്ല, നിയന്ത്രിതമായ ഭാവങ്ങൾ. അപ്പോൾ ഒന്നും തന്നെ സിസ്റ്റത്തിൽ പിടിച്ചുവയ്ക്കപ്പെടുന്നില്ല, തടസ്സപ്പെടുന്നില്ല. നോക്കൂ, നിയന്ത്രിതമായ ഭാവങ്ങളിലൂടെ നിങ്ങൾക്ക് മോചനം ലഭിക്കുവാൻ സാധിക്കും. നിയന്ത്രണം എന്നൊന്നുമില്ല, എന്നാൽ ചിട്ടയായത് എന്നൊന്നുണ്ട്. ചിട്ടയായത് എന്നാൽ പരിപൂർണ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ബോധവാനായിരിക്കുന്നു. നിങ്ങൾ നിയന്ത്രിക്കുന്നു, ബോധവാനായിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ വളരെ വ്യവസ്ഥാപിതമായി, അച്ചടക്കത്തോടെ, ദൃഢനിശ്ചയത്തോടെ ബോധവാനായി പിന്തുടരുന്നു. ഒന്നും അബോധാവസ്ഥയിൽ സംഭവിക്കുന്നില്ല. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഈ സമയത്തെ അനുഭവിക്കുന്നു. ഇന്നലെ പൂർത്തിയായി, നാളെ ഇനിയും ആയിട്ടില്ല. അതിനാൽ ഇവിടെ, ഇപ്പോൾ, ഈ വർത്തമാനകാലത്തിൽ ജീവിതം അനുഭവിക്കുന്നു. അതെങ്ങനെയാകും? നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ ആരംഭിക്കുന്ന നിമിഷം അവിടെ നിർത്തുക. എന്നാൽ നിങ്ങൾക്ക് മലിനീകരണം തടയാനെങ്കിലും കഴിയും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, വിമർശിക്കുക, മറ്റുള്ളവരെ വിധിക്കുക, ഹേയ് ആ വ്യക്തി നല്ലതല്ല, ഈ വ്യക്തി, ഉടനടി നിർത്തുക. എല്ലാം കർമ്മജീവികളാണ്. എല്ലാവർക്കും സ്വന്തം കർമ്മം അനുഭവിക്കേണ്ടതുണ്ട്. സാധ്യമായത് എന്താണ്? സാധ്യമല്ലാത്തത് എന്താണ്? സാധ്യമെന്താണ്? സാധ്യമല്ലാത്തത് എന്താണ്? എല്ലാം സമയം, സ്ഥലം, സിസ്റ്റം, സാഹചര്യം, അതുപോലുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ്. സാധ്യമല്ലാത്തത് എന്താണ്? എനിക്കിപ്പോൾ ഞാൻ ന്യൂയോർക്കിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. എനിക്ക് കഴിയുമോ? ഈ സമയത്ത് പറ്റില്ല. അതിനാൽ സാധ്യമല്ലാത്തത് എന്തെന്നാൽ മറ്റൊരു സമയത്തേക്ക് കുടിയേറുവാൻ പറ്റില്ല. മനസ്സ് കുടിയേറും. മനസ്സ് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. പക്ഷെ ശരീരം ഇവിടെ തന്നെ ഇരിക്കും. അതാണ് കെണി. മനസ്സ് വിശ്വസിക്കുന്നു, ഓ ഞാനിപ്പോൾ ന്യൂയോർക്കിൽ ആയിരിക്കണമെന്ന് മനസ്സ് വിശ്വസിക്കുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് ശാരീരികമായി ചെയ്യാൻ കഴിയുമോ? അതാണ് കെണി. അതിനാൽ മനസ്സ് പല കാര്യങ്ങളിൽ ചിതറിക്കിടക്കുന്നു. അത് മിഥ്യയാണെന്ന് മനസ്സിലാക്കുക, തിരികെ കൊണ്ടുവരിക. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു, അതാണ് എൻ്റെ യാഥാർത്ഥ്യം. 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയില്ല. അതാണ് ആ സമയത്തെ എൻ്റെ യാഥാർത്ഥ്യം.
യാഥാർത്ഥ്യത്തെ ഇങ്ങനെ നോക്കിക്കാണുക. അപ്പോൾ അത് പരിമിതിയാൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പരിമിതിയുണ്ട്, കാരണം ഞാൻ പല തലങ്ങളിലുണ്ടെങ്കിലും ഈ സമയത്ത് ഇവിടെ ഞാൻ സംസാരിക്കുന്നു എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു അതിർത്തിയുമില്ല. മനുഷ്യബോധത്തിന് യാതൊരു അതിർത്തിയുമില്ല എന്നുള്ളതാണ് സത്യം. ആത്മാവ് എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഈ പ്രത്യേക സംവിധാനം, ശരീരം ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത്? ഇവിടെ എന്താണ് ഇപ്പോൾ ഉള്ളത്? ഇവിടെ ഇപ്പോൾ എന്തുണ്ടോ അത്രയേ ഉള്ളൂ. അതാണ് കാര്യം.